യെസ്, ഹെവി ഫൈറ്റിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലമാണ്. കാസർഗോഡ് മൊത്തം 5 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ തൃക്കരിപ്പൂർ മണ്ഡലം എന്തുകൊണ്ട് ഇക്കുറി ഒരു ഹെവി ഫൈറ്റിലേക്ക് നീങ്ങുന്നു എന്ന ചോദ്യത്തിന് ആ സ്ഥാനാർത്ഥി ചിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ആരൊക്കെയാണ് ഇക്കുറി തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥികളാകുന്നത് എന്ന് നോക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവിടെ ഒരു ഹെവി ഫൈറ്റ് വരുന്നു എന്ന് കാണാം. വലത് സൈഡിൽ നോക്കൂ, UDF-ന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് സന്ദീപ് വാര്യരാണ്. ഇപ്പുറത്തെ LDF-ന് വേണ്ടി മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് VPP മുസ്തഫയാണ്. അപ്പോൾ സന്ദീപ് വാര്യർക്ക് പല സീറ്റുകൾ പറഞ്ഞു കേട്ടിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിർത്തും, തവനൂർ നിർത്തും, ചെങ്ങന്നൂർ നിർത്തും ഒക്കെ പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ ഏറ്റവും ഒടുക്കം സന്ദീപ് വാര്യർക്ക് ടിക്കറ്റ് കിട്ടിയത് തൃക്കരിപ്പൂരിലാണ്. കിട്ടിയ സീറ്റ് എന്ന് വെച്ചാൽ യാതൊരു പരാതികളുമില്ലാതെ കിട്ടിയ സീറ്റ് തൃക്കരിപ്പൂർ മതി എന്ന നിലയ്ക്ക് സന്ദീപ് വാര്യർ തീവണ്ടി കയറുകയും ചെയ്തു. അവിടെ അദ്ദേഹം പ്രചാരണവും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രതീക്ഷ വെച്ചാണ് സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലേക്ക് തീവണ്ടി കയറിയിരിക്കുന്നത്? എന്ത് പ്രതീക്ഷകളും സാധ്യതകളാണ് അവിടെ UDF-നുള്ളത്? അങ്ങനെ നിരന്തരമായി LDF-നെ തുണച്ച CPM-ന്റെ പൊന്നാപുരം കോട്ടയായി തൃക്കരിപ്പൂരിൽ ഈ UDF പറയുന്നത് പോലെ ഒരു ഇളക്കമുണ്ടോ? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. തൃക്കരിപ്പൂരിന്റെ കണക്കുകളിലേക്ക് പോകാം. യെസ്, 2021 എന്താണ് തൃക്കരിപ്പൂരിൽ സംഭവിച്ചത് എന്നതിന്റെ ചിത്രത്തിലേക്ക് പോകുന്നു. ആദ്യം യെസ്, തൃക്കരിപ്പൂരിൽ 2021 ചിത്രം നോക്കൂ. M രാജഗോപാലാണ് അവിടെ LDF-ന് വേണ്ടി മത്സരിച്ചത്. നേടിയ വോട്ടുകൾ 86,151 വോട്ടുകളാണ്, 53%. അവിടെ AP ജോസഫ് ആയിരുന്നു LDF-ന് വേണ്ടി മത്സരിച്ചിരുന്നത്. അദ്ദേഹം നേടിയത് 60,014 വോട്ടുകളാണ്. യെസ്, കുറെ കൂടി അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കണക്കുകൾ കൃത്യമായി വായിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. യെസ്, NDA സ്ഥാനാർത്ഥി അവിടെ നേടിയത് 10,961 വോട്ടുകളാണ്. യെസ്, ഇനി ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് വരാം. ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് വരുമ്പോഴാണ് ശ്രദ്ധേയമായ ചിത്രം അവിടെ വെളിവാകുന്നത്. 2021 M രാജഗോപാൽ നേടിയ ഭൂരിപക്ഷം 26,137 വോട്ടാണ്. 2016 ഇതേ M രാജഗോപാൽ തന്നെയായി അവിടെ മത്സരിച്ചിരുന്നത്. നേടിയ ഭൂരിപക്ഷം 16,959 വോട്ട്. ഇനി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറെ 2011 പോകുമ്പോൾ K കുഞ്ഞിരാമനാണ് അവിടെ CPM-ന് വേണ്ടി മത്സരിച്ച് ജയിച്ചത്. അന്ന് നോക്കൂ, 8,765 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവിടെ LDF-ന് കിട്ടിയത്. എന്ന് വെച്ചാൽ 2016 2021 LDF-ന് അനുകൂലമായ ഒരു വലിയൊരു തരംഗം ആഞ്ഞടിച്ചിരുന്ന ഇലക്ഷനാണ്. അങ്ങനെ തരംഗമില്ലാത്ത ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഇലക്ഷനിൽ അവിടെ ഭൂരിപക്ഷം കുറയുന്നുണ്ട് LDF-ന് എന്നത് UDF-നും ഒരു പക്ഷേ ഈ സന്ദീപ് വാര്യർക്കും പ്രതീക്ഷ നൽകുന്ന കണക്കാണ്. തീർന്നില്ല. ഇനി നമുക്ക് 2024 കണക്കിലേക്ക് പോകാം. 2024 കണക്കെടുക്കുമ്പോൾ നോക്കൂ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃക്കരിപ്പൂരിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത് 75,643 വോട്ടാണ്. MV ബാലകൃഷ്ണൻ അവിടെ LDF-ന് വേണ്ടി മത്സരിച്ചിരുന്നത് 65,195 വോട്ട്. അവിടെ ML അശ്വിനി എന്ന BJP സ്ഥാനാർത്ഥി നേടിയത് 17,085 വോട്ടുകളാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന് കണക്കുകളും നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിന് കണക്കെടുക്കുമ്പോൾ നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ലീഡ് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. 10,448 വോട്ടിന്റെ ലീഡ് അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ നമുക്ക്. KP സതീഷ് ചന്ദ്രനായിരുന്നു അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ് 2019 വിജയിച്ചതെങ്കിലും LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനാണ് അവിടെ ലീഡ് എടുത്തത്. 1,899 വോട്ടിന്റെ ലീഡ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണാം. യെസ്, ഇനി 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം. ആകെ അവിടെ 9 ലോക്കൽ ബോഡി സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 6 എണ്ണവും LDF-നൊപ്പമാണ് നിലവിൽ. പക്ഷേ 3 എണ്ണം UDF-നുണ്ട്. അതിൽ 2 എണ്ണവും പിടിച്ചെടുത്തതാണ് കേട്ടോ. നീലേശ്വരം നഗരസഭ LDF ഭരിക്കുന്നു, ചെറുവത്തൂർ LDF ഭരിക്കുന്നു, പടന്ന LDF ഭരിക്കുന്നു, പിലിക്കോട് LDF ഭരിക്കുന്നു. പക്ഷേ തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF ഭരിക്കുന്നു, വലിയപറമ്പ് UDF ഭരിക്കുന്നു. പക്ഷേ കയ്യൂർ ചീമേനി LDF ഭരിക്കുന്നു, ഈസ്റ്റ് എളേരി UDF ഭരിക്കുന്നു, വെസ്റ്റ് എളേരി LDF-ഉം ഭരിക്കുന്നു. അങ്ങനെ മൊത്തം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 9, അതിൽ 6 എണ്ണം LDF-ഉം 3 എണ്ണം UDF-ഉമാണ് ഭരിക്കുന്നത്. അപ്പോൾ എന്ത് പ്രതീക്ഷയും ആത്മവിശ്വാസവും വെച്ചാണ്
സന്ദീപ് വാര്യരെ പോലെയുള്ള തൃക്കരിപ്പൂരിലേക്ക് പോയതെന്ന ചോദ്യത്തിന് അവിടുത്തെ റിസൾട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ഉത്തരത്തിന്. എന്തായാലും തൃക്കരിപ്പൂർ എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരോട്ടമുള്ള വലിയ പ്രൗഢമായൊരു പാരമ്പര്യമുള്ള EMS നമ്പൂതിരിപ്പാട് ആദ്യം മത്സരിച്ച മുഖ്യമന്ത്രിയായ, പിന്നീട് EK നായനാർ മത്സരിച്ച മുഖ്യമന്ത്രിയായ, 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് തൃക്കരിപ്പൂർ. അങ്ങനെ ആ തൃക്കരിപ്പൂരിൽ എന്ത് ഇളക്കമാണ് നിലവിലുള്ളത്? ആ തൃക്കരിപ്പൂരിന്റെ കോട്ട ഇളക്കാൻ ഇക്കുറി സന്ദീപ് വാര്യർക്ക് കഴിയുമോ എന്ന ചോദ്യമാണുള്ളത്. അവിടെ VPP മുസ്തഫയാണ് മത്സരിക്കുന്നത്. അപ്പോൾ VPP മുസ്തഫ വേഴ്സസ് സന്ദീപ് വാര്യർ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് മെയ് 9 വരെ കാത്തിരിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല.